ഹലോ. അങ്ങനെ കേരളത്തിൽ മൺസൂൺ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നാട്ടിൻ പുറത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ സജീവമാവുന്ന സമയമാണ് ഇപ്പോൾ. അങ്ങനെ നമ്മുടെ മൺസൂൺ യാത്രകൾ ആരംഭിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് അടുത്തടുത്തായിട്ടുള്ള രണ്ട് ചെറിയ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂർ ജില്ലയിൽ ടൗണിനോട് ചേർന്നുള്ള വട്ടായി വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 13 കിലോമീറ്റർ അകലെയുള്ള കുണ്ടൂക്കാടിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വട്ടായി വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര എന്ന്. ദേ ഒരു ബോർഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കും കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു ഭാഗത്ത് മാത്രം ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ സുഖമായിട്ട് ഇറങ്ങാം. പിന്നെ ഇവിടെ വന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കും വഴി കാണാം, റൈറ്റിലേക്കും വഴി കാണാം. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള വഴി റൈറ്റിലൂടെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റിലെ വഴി കൂടെ വന്നാൽ മതി. നമ്മളിപ്പോൾ എന്തായാലും റൈറ്റിലെ വഴിയിലൂടെയാണ് പോകുന്നത്. തെക്കുംകര പഞ്ചായത്തിൻ്റെ പത്താഴക്കുണ്ട് ഡിവിഷനിലെ കുടിവെള്ള സ്രോതസ്സാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാർ അതിനനുസരിച്ചിട്ട് പെരുമാറാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കുറവാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിറയെ കുപ്പിച്ചില്ലുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെരുപ്പിടാതൊക്കെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കുറച്ച് സേഫായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ചെരുപ്പിട്ടിട്ട് ഇറങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിതുപോലത്തെ ഒരുപാട് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിന്ന് വന്ന സമയത്ത് ഇന്ന് മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ വാട്ടർഫാൾസിൽ നിറയെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 200 മീറ്റർ നടന്നാൽ മതിയാവും കേട്ടോ ഈ ഒരു വാട്ടർഫാൾസിലേക്ക്. ഇതേ കാണുന്നതാണ് നമ്മുടെ വട്ടായി വാട്ടർഫാൾസിലെ ആദ്യത്തെ വെള്ളച്ചാട്ടം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ടും ചെറിയ കുഞ്ഞുങ്ങളായിട്ടും വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് സേഫായിട്ട് കുളിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ചു പോകാം കേട്ടോ. പിന്നെ വെള്ളത്തിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ വട്ടായി വാട്ടർഫാൾസ് കാണാൻ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് തുടങ്ങിയിട്ടുള്ള വേസ്റ്റുകൾ ഇവിടെ ഡംപ് ചെയ്ത് പോകരുത് കേട്ടോ. ദയവ് ചെയ്തിട്ട് അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഇത് ക്ലീനാക്കി വെക്കുക എന്നുള്ളത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ 2 വാട്ടർഫാൾസ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. നമ്മളിവിടെ അത്യാവശ്യം കുളിച്ച് തകർത്ത് നിൽക്കുമ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ വന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. ജസ്റ്റ് ഈ റോഡൊന്ന് കയറി ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വാട്ടർഫാൾസിലേക്ക് എത്തും. ഇതേ ഒരു ബോർഡ് കണ്ട, ഈ ഒരു ബോർഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ ചെറിയ റോഡുകളാണ്. അപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ മാത്രമായിട്ട് പാർക്ക് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ വണ്ടികൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ കുളിച്ച വാട്ടർഫാൾസിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് താഴെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന വെള്ളച്ചാട്ടമൊക്കെ കണ്ടിരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ കുളിച്ചത്. പിന്നെ ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് കേട്ടോ. നമ്മൾ വട്ടായി വാട്ടർഫാൾസിന് കഴിഞ്ഞ കൊല്ലവും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്താണെന്നറിയില്ല, ആരും കളിക്കണില്ല എന്ന് തോന്നുന്നു.
ഇവിടെ ഒരു ഗ്രൗണ്ടിൻ്റേതായിട്ടുള്ള ഒരു ഫീലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരത്തെ കാണിച്ച വാട്ടർഫാൾസിനെ അപേക്ഷിച്ച് അതിനേക്കാൾ ഒരു 1/3 സൈസിലാണ് കേട്ടോ ഈ ഒരു വാട്ടർഫാൾസ് ഉള്ളത്. അതിനേക്കാൾ ചെറിയ വാട്ടർഫാൾസാണ്. ഇവിടെ കുറച്ചും കൂടി സേഫാണ്. ഇവിടെ വെള്ളത്തിൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ വരെ പോയാലും ഏകദേശം മുട്ടിന് താഴെ വെള്ളമുള്ളൂ കേട്ടോ.